ഹായ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 3 മാസത്തോളമായി. ഇന്ന് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ 50ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനോടകം എനിക്കൊരു 310ഓളം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിതിങ്ങനെ വീഡിയോസ് മുൻപോട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു പ്രചോദനം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ കൂടുതൽ വ്യൂവേഴ്സ് എന്നാണ് എനിക്കിതിനകത്ത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഓണക്കാലം ആയല്ലോ, ഓണം ഇങ്ങ് അടുത്തെത്തി. ഇനി 8 ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരുവോണമായി. അപ്പോൾ നമുക്ക് തിരുവോണ സദ്യയിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള നാരങ്ങക്കറി. നമുക്ക് ഈ മാതള നാരങ്ങ വെച്ച് നല്ലൊരു നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങക്കറി ഉണ്ടാക്കാം. മാതള നാരങ്ങ എന്ന് പറഞ്ഞാൽ പൊമഗ്രനേറ്റ് അല്ല കേട്ടോ. നാട്ടിൻപുറങ്ങളിലൊക്കെ കപ്പളങ്ങ നാരങ്ങ എന്നൊക്കെ പറയുന്നൊരു നാരങ്ങയില്ലേ, ആ നാരങ്ങയാണ് നമ്മൾ ഈ നാരങ്ങക്കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാതള നാരങ്ങ. അപ്പോൾ നന്നായിട്ടൊന്ന് വിളഞ്ഞ് പഴുത്ത ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ തൊലി നന്നായിട്ട് കട്ടി കുറച്ച് ചെത്തിയെടുത്താൽ മതി. മഞ്ഞ കളർ മാത്രം മാറിയാൽ മതി, കരിന്തൊലി മുഴുവനും പോകണമെന്നില്ല. അതിൻ്റെ അച്ചാറിടുന്നത് തന്നെ അതിൻ്റെ തൊലിയാണ്, അല്ലാണ്ട് ഉള്ളിൽ പൾപ്പ് വളരെ കുറവാണല്ലോ ഇതിന്. നമുക്ക് നാരങ്ങയുടെ പുറം ഭാഗം മാത്രം അതിൻ്റെ മഞ്ഞ കളറ് തീരുന്നവരെ നന്നായിട്ട് ചെത്തിയെടുക്കാം. ഈ നാരങ്ങ ഒത്തിരി ഔഷധമൂല്യമുള്ളതാണ് കേട്ടോ. ഇത് പണ്ടത്തെ സദ്യകളിൽ കല്യാണങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകറിയൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ നാരങ്ങക്കറി. അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നമുക്ക് നടുവേ ഒന്ന് മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറേ ഭാഗം കുരുക്കളുണ്ട്, വലിയ കുരുവാണേ. അപ്പോൾ നമ്മൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കുരുവും അതിൻ്റെ ഭാഗങ്ങളും ഒട്ടും നമ്മുടെ അച്ചാറിനകത്ത് പെടരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചേർത്ത് അവിടെ നിന്ന് ചേർത്ത് ഇച്ചിരി കഴമ്പ് കൂട്ടി അങ്ങ് ചെത്തിയാൽ അതിൻ്റെ കുരു അടക്കം അങ്ങ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുരു ഓരോന്നായിട്ട് കുത്തിക്കളയേണ്ടി വരും. അതൊരു ശകലമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അതിനുള്ളിലെ വെള്ളപ്പാട പരമാവധി നീക്കം ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ക്ലീൻ എടുത്ത നാരങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഒരു വലുപ്പത്തിനനുസരിച്ച് ചെറിയ ഇടത്തരം കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു വലിപ്പം മതിയാവും. അല്ലെങ്കിൽ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് പുളിയും മധുരവും ഒന്നും പിടിക്കുകയില്ല. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് നന്നായിട്ട് മുറിച്ചെടുത്ത് വെക്കാം. ഈ നാരങ്ങാക്കറിക്ക് വേണ്ടി ചേർക്കാനായിട്ട് നമ്മളൊരു 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിലയും, ഒരു 50 ഗ്രാം മിച്ചം പുളി. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്നതായതുകൊണ്ട് അതിനകത്ത് കുരുവൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് ഇച്ചിരിയുടെ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പുളി വേണം നന്നായിട്ട്. ഇതിന് നല്ല ഉറയുള്ള പുളിയാണ്. അപ്പോൾ നമുക്കൊരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഞാനവിടെ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ പൾപ്പ് നന്നായിട്ട് എടുക്കണം. അതാണ് നമ്മുടെ കറിക്ക് വേണ്ടി വേണ്ടത്. വേറെ വെള്ളമൊന്നും നമ്മളതിന് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പുളിനീരൊന്ന് ഒഴിച്ച് കൊടുക്കാം. പുളിനീര് ഒരു വക കൊഴുപ്പാണ്, ചിലപ്പം വെള്ളം ചേർക്കേണ്ടി വരും. പുളി ഓവറാകാതിരിക്കാൻ 3/4 ഭാഗം ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല എരിവുള്ള സൈസ് മുളക് പൊടി ഒരു 2 വലിയ സ്പൂണ് അതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ എരിവ് കുറഞ്ഞ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. നിറവും കൊഴുപ്പും ഒക്കെ കിട്ടാൻ അത് മതി. ഈ മുളക് പൊടി നന്നായിട്ട് എണ്ണയിൽ വഴിച്ച് ചേർക്കുമ്പോൾ നമുക്ക് മുളകിനൊരു കുത്തലുണ്ടാകും. പിന്നെ നമ്മൾ മറ്റുള്ള അച്ചാർ പോലെ ഇത് മാസങ്ങളോളം സൂക്ഷിച്ച് കൂട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾക്കിങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് പുളിവെള്ളത്തിൽ കലക്കി ചേർക്കുന്നത് നല്ലത്. പിന്നെ ഞാൻ ആവശ്യമുള്ള 1 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുഴുത്തയാണി വെല്ലം ഒരു 60 ഗ്രാമോളം ഉണ്ടാവും. നമ്മുടെ പുളിവെള്ളവും മുളകും എല്ലാം നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അതിന് മുമ്പ് നോക്കുമ്പോൾ കുറച്ചും കൂടെ പുളിവെള്ളം ചേർത്തായിരുന്നു കേട്ടോ. തീരെ അങ്ങ് മുളക് പൊടിയൊക്കെ ഇട്ട് തീയിലേക്ക് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കറി ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു.
ഇനി ഇതിലേക്ക് നമ്മുടെ ചീകി വെച്ചിരിക്കുന്ന വെല്ലം, ഒരാണി വെല്ലം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തീ കുറച്ചിട്ട് മൂടി വെച്ചു. നമ്മുടെ ഈ മാതള നാരങ്ങ അച്ചാറാകണമെങ്കിൽ അത്യാവശ്യം അത് വേകണം. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളർ വരണം. വെള്ള കളറിൽ നിന്ന് മാറിയിട്ട് എന്നാൽ വെന്തുടഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ആയിട്ടില്ല. ഇനി ഇച്ചിരി കൂടെ ഒരു ശകല സമയം കൂടെ നമ്മളൊരു 5 മിനിറ്റോളം ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഈ നാരങ്ങ അച്ചാറ് ഒരാഴ്ചയൊക്കെ നമുക്കത് റൂമിൽ തന്നെ സൂക്ഷിക്കാം. അതിനുശേഷം അത് മിച്ചമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. നല്ല ആ വെള്ള കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. നാരങ്ങ കുക്കായി വന്നപ്പോൾ അതിന് പ്രത്യേക ഒരു മണം കേട്ടോ. ഈ മൂടിയൊക്കെ തുറക്കുമ്പോഴത്തേനും വെല്ലവും നാരങ്ങയും ഒക്കെ കൂടെ മുളകിൻ്റെയൊക്കെ കൂടെ മണം വന്നപ്പം ഇനി നമുക്കതിലേക്ക് താളിപ്പിനായിട്ട് ഒരു പാത്രം ചൂടായി വന്നപ്പോൾ ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ മറ്റു വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല ഇതിനകത്തേക്ക്. അത് എണ്ണ ചൂടായി വന്നപ്പം 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. ഈ ഒരു 3-4 വറ്റൽമുളക് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തീ ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ആ വറ്റൽമുളക് കൂടി അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ബാക്കി കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അസാധ്യ സ്വാദാണ്, നല്ല മണമാണ്, കാണാനും നല്ല കളറുണ്ട്. എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ നാരങ്ങ കിട്ടാനുണ്ട് കടകളിലൊക്കെ, പച്ചക്കറി കടകളിലൊക്കെ കിട്ടാനുണ്ട് ഈ നാരങ്ങ. അപ്പോൾ മേടിച്ചിട്ട് എന്തായാലും അത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ഓണാകുമ്പത്തേനും കൂട്ടാലോ. ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഇന്ന് തന്നെ എടുത്തത് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ബാക്കി നമ്മൾ ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ കൂട്ടും. നല്ല ടേസ്റ്റ് ആയത് കേട്ടോ. പിന്നെ നമ്മൾ വേറൊന്നും വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള വിനാഗിരി ചേർത്ത് അച്ചാർ കൂട്ടാൻ മേലാത്തവർക്കൊക്കെ കൂട്ടാം. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാതള നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിപ്പോൾ 50ഓളം വീഡിയോസ് ചെയ്യാൻ പറ്റിയത്. നാളെ ഒരു പുതിയ വീഡിയോയിലൂടെ ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.